قال لا تخافا إنني معكما أسمع وأرى. ഇനി അടുത്ത വാക്യത്തിൽ പോയാൽ വാലിദിൻ വമാ വലത്, ഈ നാടിനെ കൊണ്ട് സത്യം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഇത് എൻ്റെ നാടാണ് എന്ന് കൂടെ പറഞ്ഞിട്ട് പിന്നെ സത്യം ചെയ്യുന്ന അടുത്ത വാക്യം ആണ് വാലിദിൻ വമാ വലത്. എന്താണ് വാലിദും വലതും? ജനകനെ കൊണ്ടും അയാൾ ജനിപ്പിച്ചതിനെ കൊണ്ടും എന്നാണ് അർത്ഥം കൊടുത്തിട്ടുള്ളത്. ജനിപ്പിച്ചതിനെ കൊണ്ടും ജനിപ്പിച്ചവനെ കൊണ്ടും എന്ന് സത്യം ചെയ്യാണ് അള്ളാഹു. എന്താണ് ഇതിൻ്റെ അർത്ഥം? എന്താണ് ഈ ജനകനെ കൊണ്ടും ജനിപ്പിച്ചവനെ കൊണ്ടും സത്യം എന്ന് അള്ളാഹു പറയേണ്ട ആവശ്യം എന്താണ്? എന്താണ് അവിടെ അള്ളാഹു ഉദ്ദേശിച്ചത്? ഒരു പിടിയും ആർക്കും ഇല്ല എന്നുള്ളതാണ് ഈ വാക്യത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇവിടെ പലരും പല അർത്ഥവും പറഞ്ഞിട്ട് ഉരുളുകയാണ്. എന്നാൽ വാസ്തവം എന്താണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതനുസരിച്ച് നമ്മൾ പരിശോധിച്ചാൽ അറിയാം. ഇവിടെ മുഹമ്മദ് ചെയ്തത് എന്താ വെച്ചാൽ, മുഹമ്മദ് ഇവിടെ ബലത് ബലത് എന്ന് പറഞ്ഞിട്ട് രണ്ട് വാക്യങ്ങൾ ഉണ്ടാക്കി. ബലത് ബലത് എന്ന വാക്ക് ആവർത്തിക്കുന്ന രണ്ട് ചെറിയ വാക്യങ്ങൾ ഉണ്ടാക്കി ഈ സത്യം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ സത്യം ചെയ്യലിൻ്റെ കൂട്ടത്തിൽ വലത് വാലിദ് എന്ന് പറഞ്ഞിട്ട് വേറൊരു വാക്യം കൂടെ കൊണ്ടുവന്ന് കോർത്തു. അപ്പോൾ ഇവിടെ ബലത് ബലത് വലത് വാലിദ് എന്ന് പറയുന്ന ഈ അക്ഷരപ്രാസം ഒപ്പിക്കാൻ വേണ്ടി മുഹമ്മദ് കൊണ്ടുവന്ന് വെച്ച രണ്ട് വാക്കുകൾ മാത്രമാണ് വാലിദിൻ വമാ വലത് എന്ന് പറയുന്ന ഈ വാക്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സൂറത്ത് ബലദിലെ 3-ാം ആയത്ത് വാലിദിൻ വമാ വലത്, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലായിട്ടില്ല എന്നാണ് ഇപ്പം ഒരു എത്തുമുടിയും കിട്ടുന്നില്ല എന്നാണ് നമ്മളെ ജബ്ബാർ സാഹിബ് പറയുന്നത്. നമുക്കതിനെ സംബന്ധിച്ചൊന്ന് പരിശോധിച്ച് നോക്കാം. വാലിദിൻ വമാ വലത് സൂറത്ത് ബലദിലെ ആയത്താണ്. എന്താണ് വാലിദ്, എന്താണ് വമാ വലത്? ജബ്ബാറിനൊന്നും തിരിഞ്ഞില്ല എന്നാ. ജബ്ബാറിന് തിരിയില്ല, അത് പോട്ടെ, ജബ്ബാറിന് തിരിയണ്ടല്ലോ, തിരിയേണ്ടവർക്ക് തിരിഞ്ഞാൽ മതിയല്ലോ. ജബ്ബാർ വലിയ വെല്ലുവിളി വിളിച്ചതല്ലായിരുന്നോ? 6-ാം നൂറ്റാണ്ടിലുള്ള വിജ്ഞാനത്തിൻ്റെ അപ്പുറത്തേക്കുള്ള പുതിയൊരു വിജ്ഞാനം എന്തെങ്കിലും ഒന്ന് ഖുർആനിൽ നിന്ന് എടുത്ത് സ്ഥാപിച്ചാൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ആകുന്നോ, അല്ലെങ്കിൽ അത് നൊയ്വാകുന്നോ, നാസ്തികത നൊയ്വാകുന്നോ, എന്തോ പറഞ്ഞല്ലായിരുന്നോ? വെല്ലുവിളി സ്വീകരിച്ച് അക്ബർ എന്നില്ലേ? അക്ബർ ചെന്നിട്ട് ഒരൊറ്റ ആയത്തല്ലേ ഓതി കേൾപ്പിച്ചത്. ആ ഒരൊറ്റ ആയത്ത് കഴിഞ്ഞപ്പോൾ മുമ്പൊരു ഞഞ്ഞമിഞ്ഞായിപ്പോയില്ലേ, മുണ്ടാട്ടല്ലാതായിപ്പോയില്ലേ? അള്ളാഹു അല്ലാത്ത വിളിച്ച് തേടുന്നവരെ കടലിലാക്കപ്പെട്ടവനെ പോലെയെന്ന് പറഞ്ഞില്ലേ? ഇരുട്ട്, അവൻ്റെ മുകളിൽ വീണ്ടും ഇരുട്ട്, അതിൻ്റെ മുകളിൽ പിന്നെന്താ കാർമേഘം എന്നൊക്കെ കൂടെ പറഞ്ഞില്ലേ? ദുലുമാത്തും ബാബു ബാബു എന്ന് പറഞ്ഞേ. ആ ആയത്തിൽ മുപ്പന് മുട്ട് മടക്കില്ലേ? മുപ്പനെ സമ്മതിച്ചല്ലോ. പല സ്ഥലത്തും മുപ്പനെ സമ്മതിച്ചുകൊണ്ടുള്ള വോയിസ് ഞാൻ കേട്ടിട്ടുണ്ട്. വോയിസ് അല്ല, വീഡിയോ തന്നെ കണ്ടിട്ടുണ്ട്. അവിടെ ഞാൻ തോറ്റിട്ടുണ്ട്, അക്ബറിൻ്റെ മുമ്പിൽ ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെ അയാൾ തുറന്ന് സമ്മതിച്ചതാണല്ലോ. ഇനി ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കാൻ വരില്ല, ഇനി നിങ്ങളാരും എന്നെ വെല്ലുവിളിക്കാനും വരണ്ട, ഞാൻ ഇനി നിങ്ങളെ വെല്ലുവിളിക്കാൻ വരില്ല, ഇനി നിങ്ങൾ സംവാദത്തിന് വിളിച്ചാലും വരില്ല. ആയിരക്കണക്കിന് ആൾക്കാർ ലൈവിൽ അത് കേട്ടതാണ്. ആയിരങ്ങൾ തന്നെയാണ്, എത്രയോ ഗ്രൂപ്പുകളായിരുന്നു, ആയിരങ്ങൾ ലൈവിൽ കേട്ടു. പിന്നീട് അത് ലക്ഷക്കണക്കായ ആൾക്കാർ വീണ്ടും കേട്ടു. അടിയറ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ജബ്ബാറിന് മനസ്സിലാകുന്നുണ്ടോ മനസ്സിലാകുന്നില്ലേ എന്നുള്ളതല്ല ഇവിടെ വിഷയം. എന്താണ് പിന്നെ വാലിദിൻ വമാ വലത് എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ നോക്കേണ്ടത്. അള്ളാഹു എന്തിൻ്റെയെങ്കിലും ഒന്നിൻ്റെ പേരിൽ സത്യം ചെയ്യുമ്പോൾ ആ സത്യം ചെയ്യപ്പെടുന്ന വസ്തുവിന് അല്ലെങ്കിൽ ആശയത്തിന് ചിന്തിച്ചാൽ വലിയ തത്വങ്ങൾ അതിലുണ്ടാവും. പക്ഷേ എല്ലാം മനുഷ്യർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. കുറേയൊക്കെ മനസ്സിലാവും, മനസ്സിലാകാത്തതും ഉണ്ടായേക്കാം. അപ്പോൾ ഇവിടെ വാലിദിനെയും വലതിനെയും പിടിച്ച് സത്യം ചെയ്തു എന്നാണ് പറയുന്നത്. അത് മനസ്സിലാകുന്നില്ല. എന്നാൽ അതിൻ്റെ മുമ്പുള്ളതൊക്കെ മനസ്സിലായോ? ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വ അന്ത ഹില്ലും ബിഹാദൽ ബലദ്. ഇത് രണ്ടും മനസ്സിലായോ? 3-ാമത്തെ ആയത്താണല്ലോ മറ്റത്. ഇത് രണ്ടും മനസ്സിലായോ? ഹാദൽ ബലദ് എന്ന് പറഞ്ഞതും വ അന്ത ഹില്ലും ബിഹാദൽ ബലദ് എന്ന് പറഞ്ഞതിൻ്റെയും തത്വം ജബ്ബാറിന് മനസ്സിലായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ തത്വം മനസ്സിലായി എന്നൊന്ന് ആദ്യം പറയട്ടെ. ഒന്നും രണ്ടും കാര്യത്തിൽ പറഞ്ഞ ആ സത്യം എനിക്ക് മനസ്സിലായി, അതിൽ വലിയ തത്വമുണ്ട് എന്ന് മനസ്സിലായി. പക്ഷേ വാലിദ് വലതിൽ തത്വമുണ്ട്, അതിൻ്റെ തത്വം എന്താണ്, അതിൻ്റെ ഉദ്ദേശം എന്താണ്, അതൊരു എത്തും പിടിയും കിട്ടുന്നില്ല എന്ന് പറയട്ടെ. ഒന്നും രണ്ടും കഴിഞ്ഞിട്ടാണല്ലോ 3-ലേക്ക് കടക്കൽ. അപ്പോൾ അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ എന്താ ഇനിയിവിടെ വാലിദ് വമാ വലത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മുഫസ്സിറുകളൊക്കെ അതിന് വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് സംഭവം? വാലിദ്
വമാ വലത്. വാലിദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജന്മം നൽകുന്നവ, ജന്മം നൽകാൻ കഴിവുള്ളവർ അല്ലെ കഴിവുള്ളവ. അങ്ങനെയുണ്ട് കുറേ ആൾക്കാർക്ക്, മനുഷ്യരാകട്ടെ ജീവജാലങ്ങളാകട്ടെ, കുറേ പിതാക്കൾ എന്ന് പറയാൻ പറ്റില്ലല്ലോ, കുറേ പുരുഷന്മാർക്ക് അല്ലെങ്കിൽ കുറേ സ്ത്രീകൾക്ക്, പുതിയ തലമുറക്ക് ജന്മം നൽകാൻ കഴിയാത്തവരുണ്ട്. മനുഷ്യരിലുമുണ്ട്, അല്ലാത്തവരിലുമുണ്ട്, അല്ലാത്ത ജീവികളിലുമുണ്ട്. മനുഷ്യരിലാവുമ്പം അതിനെപ്പറ്റി ഗവേഷണങ്ങൾ നടക്കും, പഠനങ്ങൾ നടക്കും, അത് പരിഹരിക്കാൻ വല്ല മാർഗങ്ങളുണ്ടോ എന്ന് ചിന്തിക്കും, മറ്റു മാർഗങ്ങൾ പിൻതലമുറയെ ജനിപ്പിക്കാൻ മറ്റു മാർഗങ്ങളുണ്ടോ എന്നൊക്കെ ആലോചിക്കും. മറ്റ് ജീവജാലങ്ങളിലാവുമ്പോൾ അതിൽ അത്ര പ്രാധാന്യം കൊടുക്കില്ല എന്ന് മാത്രം. അപ്പം ജന്മം നൽകാൻ കഴിവുള്ളവയും ജന്മം നൽകാൻ കഴിവില്ലാത്തവയുമായ ജീവജാലങ്ങൾ അല്ലെങ്കിൽ മനുഷ്യവർഗം തന്നെയാണ് സത്യം. അപ്പോൾ ഒരു വലിയ തത്വമല്ലേ, വലിയൊരു ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന, എന്തുകൊണ്ട് ജന്മം നൽകാൻ കഴിയുന്നു, ഒരു പിൻതലമുറക്ക് പുതുതലമുറക്ക് ജന്മം നൽകാൻ എന്തുകൊണ്ട് കഴിയുന്നു, അതിനുവേണ്ട എന്തെല്ലാം സംവിധാനങ്ങളാണ് പടച്ചറബ് മനുഷ്യ ശരീരത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. മനുഷ്യരുടെ മാത്രം പറയുക, മനുഷ്യ ശരീരത്തിൽ എന്തെല്ലാം സംവിധാനങ്ങൾ പടച്ചറബ് ഏർപ്പെടുത്തി, സൃഷ്ടാവ് ഏർപ്പെടുത്തി. ഇത് ഇത്ര കുറ്റമറ്റതായ വിധത്തിൽ സംവിധാനിക്കാൻ എങ്ങനെ സാധിച്ചു ചിന്തിക്കേണ്ടേ. അത് പുരുഷനാണെങ്കിൽ അതിൻ്റേതായ ഹോർമോണുകൾ, അതിൻ്റേതായ അവയവങ്ങൾ, ജന്മം നൽകാൻ ആവശ്യമായ അവയവങ്ങൾ, അതിൽ ശുക്രം സ്രവിക്കാനായ ആവശ്യമായ സംവിധാനങ്ങളിൽ, അതിൽ കോടിക്കണക്കിനായ ബീജങ്ങൾ, ആ ബീജത്തിൽ നിന്ന് ഏറ്റവും ശക്തിയുള്ള കൃത്യമായിട്ട് ഗർഭാശയത്തെ ലക്ഷ്യമാക്കിയിട്ട്, അണ്ടത്തെ ലക്ഷ്യമാക്കിയിട്ട് സഞ്ചരിക്കാൻ കഴിയുന്ന, ഗർഭാശയമല്ല അണ്ടത്തെ ലക്ഷ്യമാക്കി സഞ്ചരിക്കാൻ കഴിയുന്ന അതികൂർമ്മ ബുദ്ധിയുള്ള ഒരു ബീജം ഈ ലക്ഷക്കണക്കായ അല്ലെങ്കിൽ കോടിക്കണക്കായ ബീജങ്ങളിൽ നിന്ന് ഒന്ന് അണ്ടവുമായി സംയോജിച്ച് അവിടെ നിന്ന് മനുഷ്യന്റെ ജന്മം ആരംഭിക്കുന്നു. അപ്പോൾ എന്തെല്ലാം സംവിധാനങ്ങൾ പടച്ചറബ് അവിടെ ഏർപ്പെടുത്തണം പുരുഷ ശരീരത്തിൽ. അതുപോലെ സ്ത്രീ ശരീരത്തിൽ എന്തൊക്കെ സംവിധാനങ്ങൾ വേണം. അണ്ടാശയത്തിൽ നിന്ന് അണ്ടം ഉൽപ്പാദിപ്പിക്കണം, അത് ഫിലോപ്പിയൻ ട്യൂബിലൂടെ വരണം, ഗർഭധാരണം നടക്കണം, ഗർഭധാരണം നടന്ന ശേഷം അല്ലെങ്കിൽ അണ്ടവുമായിട്ട് സംയോജിക്കണം, യോജിച്ചു കഴിഞ്ഞ ശേഷം ആ ബീജത്തിൻ്റെ വാലറ്റുപോകണം, എന്നിട്ട് ആ ബീജാണ്ടം ഗർഭാശയത്തെ ലക്ഷ്യമായി സഞ്ചരിക്കണം, സഞ്ചരിച്ച് ഗർഭാശയത്തിൽ എത്തുന്നതോടുകൂടി അത് ഭിത്തിയിൽ ഒട്ടിപ്പിടിക്കണം, പിന്നെ അവിടെ നിന്ന് വളരണം, തുടങ്ങിയിട്ടുള്ള എല്ലാം. സ്ത്രീയുടെ ശരീരത്തിൽ അതുപോലെ എത്രയെത്ര സംവിധാനങ്ങൾ അതിനു വേണ്ടി ഏർപ്പെടുത്തേണ്ടി വരുന്നു. പ്രസവിക്കുന്നതോടുകൂടി കുഞ്ഞിന് പാലൂട്ടാൻ ആവശ്യമായ പാല് സ്ത്രീയുടെ ശരീരത്തിൽ വരുന്നു. ആ സ്ത്രീയുടെ ശരീരത്തിൽ തന്നെ പാലിൻ്റെ പോഷകാംശങ്ങളും അതിൻ്റെ കട്ടി, നമ്മൾ പറയുമല്ലോ, കട്ടിയും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് മാതാവിൻ്റെ പാല് മാറിക്കൊണ്ടിരിക്കുന്നു. ജന്മം നൽകിയ ഉടനെ, പ്രസവം നടന്ന ഉടനെ മഞ്ഞപ്പാലും, അത് കുട്ടിക്ക് ഏറ്റവും ഔഷധമുള്ളതും ഏറ്റവും പ്രതിരോധ ശക്തിയുള്ളതാണ് എന്നൊക്കെ ലോകം അംഗീകരിച്ചിരിക്കുന്നു. ആ മഞ്ഞപ്പാല് അല്പം കഴിയുമ്പോഴേക്കിന് മാറി മറ്റ് സാധാരണ പാലായിട്ട് രൂപാന്തരപ്പെടുന്നു. കുട്ടി വളരുന്നതിനനുസരിച്ച് പാലിൻ്റെ അവസ്ഥക്ക് മാറ്റം വരുന്നു എല്ലാ ജീവജാലങ്ങളിലും, അല്ലേ? അപ്പം അങ്ങനെ ജന്മം നൽകാൻ കഴിയുന്നവയും ജന്മം നൽകാൻ കഴിയാത്തവയും തന്നെയാണ് സത്യം. വലിയ തത്വമല്ലേ? ചിന്തിച്ചാൽ അറ്റം കിട്ടാത്ത യാതി സംഭവങ്ങളല്ലേ? അല്ലെങ്കിൽ ബുദ്ധി പരിഭ്രമിച്ചു പോകുന്ന ഇത്രയും സൂക്ഷ്മമായി കാര്യങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ള ഒരു സ്രഷ്ടാവ് ഇതിൻ്റെ പിന്നിൽ എന്ന് കണ്ടെത്തുമ്പോൾ അവിടെ ബുദ്ധി അത്ഭുതപ്പെട്ടു പോവുകയാണ്, അല്ലേ? അതന്നെ വാലിദ് വമാ വലത്. ഇത്രയും വലിയൊരു തത്വമുണ്ടായിട്ട് ജബ്ബാറിനൊന്നും തിരിഞ്ഞില്ല, എത്തും പിടിയും കിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടേ. അവനെവിടുന്ന് എത്തും പിടിയും കിട്ടാനാ? അവനും ചിന്തിച്ചു നോക്കണ്ടേ, ഒരു പഠനം നടത്തി നോക്കണ്ടേ, എന്താണ് ജന്മം നൽകുന്നത്, എങ്ങനെയാണ് ജന്മം നൽകാൻ കഴിയാത്തത്, എന്തുകൊണ്ടാണ്, അതിനെപ്പറ്റിയിട്ടൊന്ന് ചിന്തിച്ചു നോക്കണ്ടേ. അപ്പോഴേ എത്തും പിടിയും കിട്ടുക. ഈ ഒരൊറ്റ തഫ്സീർ മതി, ജബ്ബാർ കിടന്നിട്ട് പരവശരാവും. അസ്സലാമു അലൈക്കും. ഒരു വ്യാഖ്യാനമാണ്, ഒരു വിശദീകരണമാണ് ഞാനാ പറഞ്ഞത്. ഖുർആൻ അങ്ങനെയാണ്, പല പ്രയോഗങ്ങൾക്കും വലിയ അർത്ഥതലങ്ങളുണ്ടാവും.
ചിന്തിച്ചാൽ അറ്റം കിട്ടാത്ത ജാതിയാണ്. പിന്നെ വാലിദും വമാ വലത് എന്താണ്? വാലിദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജന്മം നൽകുന്നവൻ, ആദ്യമായി മനുഷ്യകുലത്തിന് ജന്മം നൽകുന്നവനായ ആദം. അവിടെ നിന്നാണല്ലോ മനുഷ്യകുലം ആരംഭിക്കുന്നത്. ആ മനുഷ്യകുലത്തിന് ജന്മം നൽകുന്ന ആദം, പിന്നെ വലത് ആ ആദം ജന്മം നൽകിയിട്ടുള്ള മറ്റ് ആദമിൻ്റെ മക്കളും. അതാണല്ലോ മനുഷ്യൻ. മനുഷ്യ സൃഷ്ടിയെ, മനുഷ്യവർഗത്തിലുള്ള അത്ഭുതങ്ങളെ സംബന്ധിച്ച് പഠിക്കാനാണ് അവിടെ സൂചന നൽകുന്നത്. ഈ അർത്ഥം ആണ് കൽപ്പിക്കുന്നതെങ്കിൽ വാലിദ് എന്ന് പറഞ്ഞാൽ മനുഷ്യകുലത്തിന് ജന്മം നൽകുന്ന ആദ്യ പിതാവ് എന്ന നിലക്ക് ആദമും, വമാ വലത് എന്ന് പറഞ്ഞാൽ ആദമിലൂടെ ജനിച്ചുണ്ടാവുന്ന മക്കൾ ആരൊക്കെയാണോ ആദം നബിയുടെ മുഴുവൻ സന്തതികളും മനുഷ്യകുലം. ഒരു പുരുഷനിൽ നിന്ന് ഒരു സ്ത്രീയിൽ നിന്ന് ലോകത്ത് കോടാനുകോടി മനുഷ്യർ, ഇന്ന് 800 കോടി മനുഷ്യർ ജീവിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. എത്ര കോടി മനുഷ്യന്മാർ ജീവിച്ച് മരിച്ചുപോയി എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇനി എത്ര ജനിക്കാനിരിക്കുന്നു നമുക്കറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു പുരുഷനിൽ നിന്ന്, ഒരു പുരുഷനെ കൊണ്ട് മാത്രം ലോകത്ത് കോടാനുകോടി മനുഷ്യജാലങ്ങൾക്ക് ജന്മം നൽകി. അതിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും DNA ആയും RNA ആയും സ്വഭാവ വിശേഷണങ്ങളായും അങ്ങനെ തുടങ്ങി എന്തൊക്കെയുണ്ടോ അതൊക്കെ. ഫതബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന് പറഞ്ഞില്ലേ? അള്ളാഹു ഏറ്റവും ഉന്നതൻ തന്നെ, സൃഷ്ടികർത്താക്കളിൽ ഏറ്റവും ഉന്നതനായ, ഏറ്റവും ശ്രേഷ്ഠനാഥൻ അവൻ. എല്ലാം വേണ്ട വിധത്തിൽ സംവിധാനിച്ചു വെച്ചവന് അല്ലേ? ശരീരത്തിൻ്റെ ഒരു അവയവം, ശരീരത്തിലുള്ള ഏതെങ്കിലും ഒരു അവയവം അവിടെയല്ല വേണ്ടിയിരുന്നത്, മറ്റൊരിടത്തായിരുന്നു എന്ന് ഇന്ന് വരെ ആർക്കും പറയാൻ കഴിഞ്ഞിട്ടില്ല. എത്ര വലിയ നരവംശാസ്ത്രജ്ഞനായിക്കോട്ടെ ഒരാൾക്ക് പോലും ഇന്ന് മനുഷ്യ ശരീരത്തിലുള്ള ഏതെങ്കിലും ഒരു അവയവം ആ സ്ഥലത്തല്ല വേണ്ടത്, മറ്റൊരു സ്ഥാനത്തായിരുന്നു അത് വേണ്ടിയിരുന്നത് എന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. അതിനിട്ട് കഴിയുകയില്ല. അതുകൊണ്ടാണ് റോബോട്ടുകൾ മനുഷ്യനുണ്ടാക്കുമ്പോൾ പോലും മനുഷ്യൻ്റെ രൂപവും മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണോ അതിനെ കോപ്പി ചെയ്തുകൊണ്ടാണ് കൈവെക്കുന്നതും കാല് വെക്കുന്നതും തല വെക്കുന്നതും നെഞ്ച് വെക്കുന്നതും എല്ലാം മനുഷ്യനെ കോപ്പി ചെയ്തുകൊണ്ടാണ്. അതല്ല പറഞ്ഞത് തബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അതന്നെയാണ് പടച്ചറബോടെ പറയുന്നത് വാലിദിൻ വമാ വലത്. ആ ജന്മം നൽകുന്ന ആദമും ആദമിൻ്റെ മക്കളും തന്നെയാണ് സത്യം. നിങ്ങളെ പഠിച്ചോളി. എന്താ മനുഷ്യ സന്തതികൾ എങ്ങനെ, മനുഷ്യർക്കുള്ള സ്വഭാവ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്, മനുഷ്യൻ്റെ കഴിവുകൾ എന്തൊക്കെയാണ്, മനുഷ്യരുടെ വൈജാത്യങ്ങൾ എന്തൊക്കെയാണ്, എല്ലാം പഠിച്ചോളി. നിങ്ങൾ ചിന്തിച്ചോളി, മനസ്സിലാക്കിക്കോളി. നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഏകത്വത്തെയും അള്ളാഹുവിൻ്റെ സൃഷ്ടികർത്തൃത്വത്തെയും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. അതന്നെയാണ് അവിടെ പറഞ്ഞത്. ഇതും ജബ്ബാറിന് മനസ്സിലാവൂല. കാരണം ജബ്ബാർ പൊടുന്നനെ ഏതോ ഒരു സ്ഥലത്തുനിന്ന് പൊട്ടിമുളച്ച തകരയാണല്ലോ. അതുകൊണ്ട് ജബ്ബാറിന് മനസ്സിലാവൂല, ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. ഇത്രയും പറഞ്ഞതിൽ നിന്ന് സൂറത്ത് ബലദിലെ വാലിദിൻ വമാ വലത് എന്ന ആയത്ത് വലിയ അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് മനസ്സിലായല്ലോ. ഈ പറഞ്ഞതും ഇനി പറയാത്തതുമായ ഒരുപാട് ആശയതലങ്ങളുള്ള ഗവേഷണാത്മകമായ തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ പ്രയോഗമാണ് വാലിദിൻ വമാ വലത് എന്ന് ചുരുക്കം. സാധാരണക്കാർക്ക്, ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ ഈ ഞാൻ വിശദീകരിച്ചത് തന്നെ ധാരാളം മതിയാവും. കൂടുതൽ പഠനം ആവശ്യമുള്ളവർക്ക് കൂടുതൽ പഠിക്കാനുള്ള സൗകര്യങ്ങളും ഇന്ന് നിലവിലുണ്ട്. അത് ഉപയോഗപ്പെടുത്തണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. എല്ലാവർക്കും സത്യം കണ്ടെത്താനുള്ള ഭാഗ്യം അല്ലാഹു നൽകട്ടെ. നമ്മുടെ ജബ്ബാർ സാഹിബിനും അതുപോലെ തന്നെ സത്യത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ബുദ്ധി, ഒരു വിവേകം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.